ഹിന്ദു മഹാസമ്മേളനത്തിൻ്റെ വേദിയിലാണ് എന്നോടൊപ്പം ഉള്ളത്. മുഖവുര ആവശ്യമില്ലാത്തൊരു വ്യക്തിത്വമാണ്. ശ്രീമതി ടി ഉഷ നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് മാഡം ഈ ഒരു ആധ്യാത്മികമായ മേഖല? ഹിന്ദു മഹാസമ്മേളനം നടക്കുന്നു, മഹാശിവലിംഗ ഘോഷയാത്ര, ഇതുമായിട്ടൊക്കെ മാഡത്തിനെ കണക്ട് ചെയ്യുന്നത് എന്താണ്? ഭക്തി, അതാണ്. കാരണം സമാധാനം, ശിവൻ, നമ്മുടെ എന്താ പറയുക, ഇവിടെ നടക്കുന്ന സംഗമം, ഇതെല്ലാം നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുന്നതാണ്. നമ്മളെല്ലാവരും സ്പ്ലിറ്റ് ചെയ്ത് നാനാജാതി ഹിന്ദുവിനെ തന്നെ നാനാജാതിയായി തിരിച്ച് സ്പ്ലിറ്റ് ചെയ്ത് അടുപ്പിക്കുന്നിടത്താണ് അനന്തപുരിയിൽ ഹിന്ദു മഹാസംഗമം നടത്തുന്നത്. അങ്ങനെ സംഗമങ്ങൾ വരുമ്പോഴാണ് നമുക്ക് തന്നെ നമ്മൾ ഒറ്റപ്പെട്ടു പോവില്ലല്ലോ, നമ്മൾ തന്നെ കൂടിച്ചേരണമല്ലോ എന്നുള്ളൊരു ചിന്ത വരുന്നത്. ആ ചിന്ത വരുമ്പോൾ, ഇതുപോലെയുള്ള സമ്മേളനങ്ങൾ വരുമ്പോൾ നമ്മളും അവർ നമ്മളെ ഭാഗവാക്കാക്കുമ്പോൾ നമുക്കും മനസ്സിലാകുന്നുണ്ട് നമ്മളും ഇതിൽ തന്നെയാണ് ഉള്ളത്. ഇത് ശിവലിംഗത്തെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് 108 ശിവലിംഗം, ഇതിപ്പോൾ 8ാമത്തേതാണ്. ഇതിങ്ങനെ കവചമായിട്ട് വരുന്നതാണ്. വന്ന് 108 ആകുമ്പോഴത്തേക്കും അത്രയും പൊക്കമാകും. അപ്പോൾ ഇത്രയും വർഷങ്ങൾ താണ്ടിയും ഇതിങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുന്ന ശിവലിംഗമാണ്. ഇതിൽ ആർക്ക് വേണമെങ്കിലും നമുക്ക് ധാര പോരാം, തൊടാം, കെട്ടിപ്പിടിക്കാം, സർവ്വ സങ്കടങ്ങളും പറയാം. ക്ഷേത്രങ്ങളിലൊക്കെ ഇരിക്കുന്ന ശിവലിംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പരിധിക്കപ്പുറം നമുക്ക് അടുക്കാൻ പറ്റത്തില്ല. ഇത് നമ്മളിൽ ഒരാളായ പ്രകൃതിയെ തന്നെ നമ്മൾ ചേർത്ത് പിടിക്കുന്ന മാതിരിയാണ്. എത്രയോ പേര് ശിവലിംഗത്തിൽ വന്ന് കെട്ടിപ്പിടിച്ച് അണപൊട്ടി ഒഴുകി കരയുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അവർക്ക് ഈ ഒരു 5 ദിവസം ഓപ്പൺ പ്ലേസിൽ ഇവിടെ ഈ ശിവലിംഗം ഉണ്ടാവും. ആർക്ക് വേണമെങ്കിലും ഏത് ദ്രവ്യങ്ങൾ വേണമെങ്കിലും ശിവനിൽ അർപ്പിക്കാം, ശിവലിംഗത്തിൽ. അപ്പോൾ ഇതൊക്കെ നമ്മളിങ്ങനെ പബ്ലിക്കായി വെച്ചത്, ചില ആൾക്കാർ പറയും അയ്യോ അമ്പലത്തിൽ പോയാൽ അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് പോകരുത്, ഇങ്ങനെ വരരുത്, ഇങ്ങനെ വരരുത്. ഇതിനെല്ലാം അങ്ങനെ ഒന്നും അല്ല. ഇവിടെ ശിവലിംഗമുണ്ട്. ഇതുപോലെ തന്നെ നമുക്കിവിടെ വന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന് സമൂഹത്തെ അറിയിക്കുന്നതാണ്. ദൈവവും ഭഗവാനും തമ്മിൽ നമ്മൾ കോർത്തിണക്കുന്ന ഒരു സംഭവമായിട്ട് തന്നെയാണ് നമ്മൾ ഈ പാപ്പനംകോട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാ ആൾക്കാരും വന്നിട്ട് അവരേതായിട്ടുള്ള മനസ്സിൻ്റെ സങ്കടങ്ങളും സന്തോഷങ്ങളും ഭഗവാനിൽ അർപ്പിച്ചു പോവുകയാണ്. ഓരോ വർഷവും ഇത് കണ്ടോ, അവിടെ വെച്ചിരിക്കുന്ന സകല സ്ഥലത്തേക്കും ഇപ്പോൾ പോകാൻ പോവുകയാണ്. മനസ്സിലായോ? അവിടെ നിന്നൊക്കെ കൊണ്ടുവന്നിരിക്കുന്ന എല്ലാ ഇതും ചേർത്തിട്ടാണ്, വെള്ളം, മണൽ എല്ലാം ചേർത്തിട്ടാണ് അവിടെ വെച്ചിരിക്കുന്ന ഒരു കുളമ്പ് ഇതുണ്ട്. അതിൻ്റെ മുകളിലാണ് അവിടെ ശിവലിംഗം ഇരിക്കുന്നത്, പാപ്പനംകോട്. അതിൻ്റെ അടിയിൽ ആ വെള്ളവും മണ്ണും എല്ലാം ഉണ്ട്. 12 അല്ലേ എല്ലാം മനസ്സിലായി. അപ്പം അവിടെയൊക്കെ പോയി ഭഗവാനെ കാണാൻ സാധിക്കാത്തവർക്കൊക്കെ ഈ ഭഗവാൻ ഇത് അവിടെയൊക്കെ കറങ്ങി വന്നതാണ്. ഇനിയും പോകാൻ പോവുകയാണ്. അപ്പോൾ അതൊക്കെ ഈ ഒരു ഹിന്ദു മഹാസമ്മേളനം നടക്കുന്നിടത്ത് തന്നെ നമ്മൾ വെക്കുമ്പം ആളുകൾക്ക് ഇൻട്രാക്ട് ചെയ്യാനും ഇതിനെപ്പറ്റി അറിവും കിട്ടും. പിന്നെ ഇന്നത്തെ കാലത്ത് നടക്കുന്ന എല്ലാവിധ പ്രശ്നങ്ങളും ഹിന്ദുവിനെ കൊല്ലണം, ഹിന്ദുവിനെ തീർക്കണം, ഇതാണ്. അപ്പോൾ എന്തുകൊണ്ട് ഹിന്ദുവിനെ തീർക്കണം? പണ്ടൊക്കെ നമുക്ക് ഭാരതം എന്നുള്ളത് നമ്മുടെ അറബി ദേശക്കാർക്ക് അറിയാത്തത് കൊണ്ട് ആ ബാങ്ക് വിളിയിൽ ഹിന്ദുവിനെ കൊല്ലണം എന്നില്ല, മറിച്ച് അവിടെയുള്ള ജനങ്ങളെ കൊല്ലണം എന്നുള്ളതായിരുന്നു. ഇന്നിപ്പോൾ അത് മാറി ഭാരതത്തിലോട്ട് ഇവരൊക്കെ വന്നു. ഭാരതം എല്ലാവരെയും കൈനീട്ടി സ്വീകരിച്ചു. ഇപ്പം നമ്മളെ തന്നെ കൊല്ലണം എന്നുള്ള അവസ്ഥയിലായി. ഇപ്പോൾ കാശ്മീരിൽ തന്നെ നടന്ന ഒരു സംഭവം, ഇപ്പം അത് നമുക്ക് സങ്കല്പിക്കാൻ. എടപ്പള്ളിയിൽ എൻ്റെ വീടിൻ്റെ അടുത്ത് പോലും ആ മനുഷ്യൻ, ഒരു ഭാര്യയും മക്കളും ഒന്നുമില്ലാത്തവർ, അമ്മ മാത്രമുള്ളൊരു മനുഷ്യനെ വെടിവെച്ച് കൊന്നു. അവരൊക്കെ ചോദിച്ചത് പേരെന്താണ്, ഹിന്ദു ആണോ? അപ്പം അങ്ങനെ ഹിന്ദു ആണോ എന്ന് ചോദിച്ച് കൊല്ലുന്നിടത്തോട്ട് ഭാരതത്തിൽ വീണ്ടും വന്നു കഴിഞ്ഞാൽ എന്തിനാണ് 1970കളിലും 2ാം ലോക മഹായുദ്ധകാലത്ത് ചെറിയ രാജ്യത്തെ വലിയ രാജ്യങ്ങൾ അറ്റാക്ക് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് എഗ്രിമെൻ്റ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് തിരിച്ചടിക്കാൻ പറ്റാതെ വരുന്നത്. പക്ഷേ അത് മാറ്റണം. ലോകരാജ്യങ്ങളെല്ലാം ഇരുന്ന് സംസാരിച്ച് ലോകരാജ്യങ്ങൾ ഒപ്പുവെക്കണം. ആരായാലും മനുഷ്യകുലത്തെ നശിപ്പിക്കുന്നവരെ ഉന്മൂലനം ചെയ്യും എന്നുള്ള ഒപ്പന്തത്തിൽ വീണ്ടും എഗ്രിമെൻ്റ് മാറ്റി എഴുതണം. എങ്കിൽ മാത്രമേ ഇവിടെ ജനങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കാൻ പറ്റുള്ളൂ. വഖഫ് ബോർഡ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എല്ലാവരെയും ഒഴിപ്പിക്കണം എന്നുള്ളൊരു കണ്ടീഷൻ വന്നു. ആ ഒരു ഇത് മാറ്റിമറിച്ചു. ഇപ്പം ഒരു ആശ്വാസമുള്ളത് അവർക്ക് കിട്ടുന്ന ജലം ഇപ്പം റെഡി ചെയ്തിട്ടുണ്ട്. കാരണം ജലമുണ്ടെങ്കിലേ നിലനിൽപ്പുള്ളൂ. ഇപ്പം ജലം നിർത്തിയപ്പോൾ തന്നെ അവർക്ക് ക്ഷീണമായിട്ടുണ്ട്. ഇതൊന്നുമല്ല വേണ്ടത്. ഒരു മേശയുടെ ചുറ്റിനും ഇരുന്നിട്ട് പറഞ്ഞു തീർക്കുക, ഇനി അടിച്ചാൽ തിരിച്ചടിക്കും,
അത് കാലങ്ങളായി ഇവരിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ സനാതനധർമ്മത്തിലെ ജനങ്ങൾ തിരിച്ചടിക്കാൻ തയ്യാറില്ല. ലോകത്ത് എവിടെയൊക്കെ ഹിന്ദു ഉണ്ടോ അവരാരും തന്നെ ഒരാളെയും ഉപദ്രവിച്ചതോ ആ രാജ്യത്ത് പോയിട്ട് ആ രാജ്യം നമുക്ക് വേണമെന്ന് പറഞ്ഞ ചരിത്രം ഉണ്ടായിട്ടില്ല. പക്ഷെ ഇവിടെ നമ്മൾ കൈനീട്ടി സ്വീകരിച്ചവർ തന്നെ നമ്മളെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് നമ്മൾ കടന്നു പോവുക. ഇപ്പം തന്നെ അനുപാതം വന്ന് നോക്കുമ്പോൾ 42-45 അടുത്തൊക്കെ എത്തി. 2% കൂടെ ഒക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്താവും? നമ്മൾ എങ്ങോട്ട് പലായനം ചെയ്യും? അപ്പോൾ അതരുത്. നമ്മൾ സൗഹൃദമായി അവരെ ചേർത്ത് പിടിക്കുന്നുണ്ടെങ്കിൽ അവരും മനുഷ്യരായി നമ്മളെ ചേർത്ത് പിടിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ ഇവിടെ ഒരു മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാകും. എല്ലാവരുടെ കയ്യിലും വെപ്പൺസും സ്ഫോടന വസ്തുക്കളും, അതായത് നാഗസാക്കിയിലൊക്കെ ഉപയോഗിച്ചേക്കാൾ 10 മടങ്ങ് ഭൂമിയെ തന്നെ ഇല്ലാതാക്കാൻ പറ്റുന്ന ആയുധങ്ങളൊക്കെ ഉണ്ട്. ഏതെങ്കിലും ഒരാൾ ഒരു നിമിഷം എടുത്ത് പ്രയോഗിച്ചാൽ ഇത് തീർന്നു. അപ്പം അതൊന്നും വരുത്താതെ സംയമനത്തോടുകൂടെ ലോകത്ത് ജനങ്ങൾ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട്, ജനങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് നമ്മളൊക്കെ ജീവിക്കുന്നത് എന്തിനാണ്? ഒരു ജന്മം സാക്ഷാത്കരിക്കാനാണ്. ആ ജന്മം പൂർത്തിയാകാൻ എല്ലാവർക്കും ഇടയാകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതെ, ഹിന്ദു സംസ്കാരം അത് പരിപാലിക്കപ്പെടണം. ഒപ്പം തന്നെ അത് നേരിടുന്ന വെല്ലുവിളികളെ ശക്തമായി തന്നെ നേരിടുകയും വേണം എന്നാണ് ശ്രീമതി ടി ഉഷ നമ്മോട് പറഞ്ഞത്. തത്വമയി ന്യൂസിന് വേണ്ടി ഹിന്ദു മഹാസമ്മേളന വേദിയിൽ നിന്നും കുമാർ സംയോഗ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്, PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.